പിന്നെ വണ്ടിക്ക് നല്ല സീറ്റ് ഹൈറ്റ് ഉണ്ട്. പക്ഷേ സീറ്റ് ഹൈറ്റിൻ്റെ നല്ലൊരു കാര്യമുണ്ട്, അത് ഞാൻ അങ്ങോട്ട് പറയാം, റോഡിൽ ഇറങ്ങിയിട്ട് പറയാം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ പറയാം. കുറേ പേരുടേതൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് എല്ലാവരും ഡ്യൂക്ക് 250 ആണല്ലോ എടുക്കുന്നത്, അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഹോസ്കോറിനെ എടുത്തൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ എടുത്ത് ഒരുപാട് പേരെ എനിക്കറിയാം. വെൽക്കം ബാക്ക് ടു ട്രാക്ഷൻ 4. ഇന്ന് എൻ്റെ മുമ്പിലുള്ളത് ഹോസ്കോറിനെയാണ്. ഹോസ്കോറിനയുടെ സ്വാറ്റ് പിലിൻ എന്ന് പറയുന്ന ബൈക്കാണ്. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. മഴ ഭയങ്കരമായിട്ട് കേരളത്തിൽ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണെന്ന് എനിക്കറിയാം. അതിൻ്റെ ഇടയിൽ കുറച്ച് വെയിൽ ഇന്നത്തെ ദിവസമുണ്ട്. അപ്പോഴേക്കും ഞാൻ ഇറങ്ങി വീഡിയോ ചെയ്യുന്നതാണ്. എനിക്ക് നല്ല തുമ്മലും പനിയും ജലദോഷവും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. ചെറിയ രീതിക്ക് സൗണ്ട് ഇല്ലാതെ ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. എനിവേ ഈ വെയിൽ പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ കയറണം. അപ്പോൾ എൻ്റെ മുമ്പിൽ നിന്നിരിക്കുന്നത് ഹോസ്കോറിനെയാണ്. ഈ ഒരു ബൈക്ക് സത്യത്തിൽ പുതിയ ബൈക്കല്ല, പഴയ ബൈക്കാണ്. പക്ഷേ അത്യാവശ്യം മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു ബൈക്കാണ്. മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻ്റാണ് മെയിനായിട്ട് ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഭംഗിയുള്ള ഒരു ബൈക്കാണ്. എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമുള്ളൊരു ബൈക്കാണ്. എന്നാൽ കുറേ പേർക്ക് ഇഷ്ടം അല്ലാത്ത ബൈക്കാണോ ചോദിച്ചു കഴിഞ്ഞാൽ കുറേ പേർക്കൊക്കെ ഇത് ഇഷ്ടമല്ലാത്തൊരു ബൈക്കും കൂടിയാണെന്ന് പറയേണ്ടി വരും. എൻ്റെ ഒരു സർവേ എന്ന് എനിക്ക് മനസ്സിലായതാണ്. അതിന് പല പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് ലേറ്റസ്റ്റ് വെർഷൻ അല്ല, ഇപ്പോൾ ഒരു പുതിയ വെർഷൻ ഇറങ്ങിയിട്ടുണ്ട്. ടു ബി വെരി ഫ്രാങ്ക്, എനിക്ക് ഈ ബൈക്കിൻ്റെ റിവ്യൂ ചെയ്യണം എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ആവശ്യത്തിൽ നിന്ന ഒരാളല്ല ഞാൻ. കാരണം ഞാൻ ഓൾറെഡി വിറ്റ്പിലിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. വിറ്റ്പിലിൻ വെച്ച് ഞാൻ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഈ വണ്ടിയുടെ കാര്യങ്ങൾ സ്വാറ്റ് പിലിനായിരുന്നാലും വിറ്റ്പിലിനായിരുന്നാലും എഞ്ചിൻ്റെ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് ഈക്വൽ ആണ്, സെയിം ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ഈ ബൈക്കിൻ്റെ വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ലേറ്റസ്റ്റ് വെർഷനും അല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ഞാൻ ആ ഒരു വിറ്റ്പിലിൻ്റെ വീഡിയോ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ആ ഒരു വീഡിയോയ്ക്ക് ശേഷം കാര്യമായിട്ട് ആരും എൻ്റെ അടുത്ത് സ്വാറ്റ് പിലിൻ റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല, ഇന്നും പറയുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. പക്ഷേ ഈ അടുത്തായിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് ഹോസ്കോറിനെ എടുക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം, അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ഹോസ്കോറിനെ എടുക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ഈ ബൈക്ക് ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ കുഴപ്പമില്ലാത്ത രീതിക്ക് അവൈലബിൾ ആണ്, നല്ലൊരു പ്രൈസിൽ. കാരണം ഒരു 1.5 അതിന് താഴോട്ടൊക്കെ ഈ ഒരു ബൈക്ക് അവൈലബിൾ ആണ്. സോ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഹോസ്കോറിന എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ അപ്പോഴും ഞാൻ ഈ ബൈക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലിരുന്നല്ല. കാരണം എൻ്റെ കയ്യിൽ ഈ ബൈക്ക് അവൈലബിൾ അല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിലുണ്ടായിരുന്നു, ആ ബൈക്ക് ആക്സിഡൻ്റ് ആയിപ്പോയി. അതിനുശേഷം പിന്നെ ഞാൻ അധികം ആരുടെയും കയ്യിൽ നോർമലി ഹോസ്കോറിന ഇല്ല. അപ്പോൾ നല്ലൊരു വണ്ടി കിട്ടുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഞാൻ കിട്ടുമ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് നമ്മുടെ ഒരു ഫോളോവറിൻ്റെ ബൈക്ക് തന്നെ എൻ്റെ കയ്യിലേക്ക് കിട്ടിയത്. അപ്പോൾ തീർച്ചയായിട്ടും അത് കിട്ടിയപ്പോൾ തന്നെ നല്ലൊരു വണ്ടിയും കിട്ടി. കാരണം വളരെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് സൂക്ഷിക്കുന്നൊരു വണ്ടിയായിട്ട് തന്നെയാണ് തോന്നുന്നത്. അത്യാവശ്യം മോഡിഫിക്കേഷൻസ് ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ കളർ കോമ്പിനേഷൻ കുറേ പേർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. കാരണം ഈ ഇറച്ചി നിൽക്കുന്ന കളർ കുറേ പേർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. പക്ഷേ വണ്ടി ഭയങ്കര നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഹാൻഡിൽ ബാർ റേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും വണ്ടി കിട്ടിയതാണ്. അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം കൂടി ഈ ഒരു വീഡിയോയിൽ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹോസ്കോറിനയാണ്. എന്താണ് ഹോസ്കോറിന, ഈ ബൈക്ക് എടുക്കുന്നതിൽ എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ ഈ ബൈക്ക് എന്തുകൊണ്ട് ഇപ്പോൾ നമുക്കൊരു ഫെയിലിയർ മോഡൽ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കാര്യമായിട്ടുള്ള സെയിൽസ് ഇപ്പോൾ KTM വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും സെയിൽസ് ഹോസ്കോറിനയ്ക്ക് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. സെയിൽസിൻ്റെ കാര്യത്തിൽ താഴോട്ട് വന്നുകൊണ്ടിരുന്ന ഒരു ബൈക്കാണ് നമ്മുടെ ഹോസ്കോറിന എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എങ്ങനെയാണെന്നൊക്കെ എൻ്റെ അഭിപ്രായങ്ങളെല്ലാം കൂടി ചേർത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വണ്ടിയെ പറ്റി ഒന്ന് സംസാരിക്കാം. അപ്പോൾ ഹോസ്കോറിന വേണോ വേണ്ടേ എന്നൊക്കെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ആൾക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഫസ്റ്റ് തന്നെ നമുക്ക് മാറ്ററിലോട്ട് തന്നെ കിടക്കാം. ഈ വണ്ടിക്ക് സത്യത്തിൽ എന്താണ് കുറവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഈ വണ്ടിക്ക് എന്തൊക്കെയൊക്കെയോ കൂടുതലാണെന്നാണ് എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. ഞാൻ അന്ന് വിറ്റ്പിലിൻ്റെ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 2030 ഒരു വണ്ടിയുടെ മോഡൽ ടൈം ട്രാവൽ ചെയ്ത് ബാക്കിലോട്ട് വന്ന് ഇറങ്ങിയ പോലെയുണ്ട്. കാരണം ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഒരു ടോയ് പോലെ ഫീൽ ചെയ്യുന്ന ഒരു ബൈക്കാണ് നമ്മുടെ വിറ്റ്പിലിനായിരുന്നാലും സ്വാറ്റ് പിലിനായിരുന്നാലും. അവരുടെ ഹൈ എൻഡ് മോട്ടോർ സൈക്കിൾ, അതായത് ഹോസ്കോറിന എന്ന് പറയുന്ന ഒരു ചില്ലറ ബ്രാൻഡ് ഒന്നുമല്ല, നമ്മുടെ KTM പോലെ തന്നെ അത്യാവശ്യം ഭ്രാന്ത് പിടിച്ച ഒരു ബ്രാൻഡ് തന്നെയാണ് നമ്മുടെ ഹോസ്കോറിന എന്ന് പറയുന്നത്. പക്ഷേ അവരും എനിക്ക് തോന്നുന്നു ഫിനാൻഷ്യലി കുറച്ച് പ്രശ്നങ്ങളിലാണ്. KTM പോലെ തന്നെ KTMനും പ്രശ്നമുണ്ട്. എന്തായിരുന്നാലും അതുപോലൊരു ബ്രാൻഡ് തന്നെയാണ്, അതേ ഒരു എസെൻസ് ഉള്ള ഒരു ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ അവരുടെ ഹൈ എൻഡ് മോട്ടോർ സൈക്കിൾസിൻ്റെ ഒരു ഡിസൈൻ തന്നെയാണ് അവർ പിടിച്ചിട്ടുള്ളത്. സോ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ബൈക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ പല അഭിപ്രായങ്ങളുണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. കാര്യം കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഹോസ്കോറിനെ കാണാൻ വലിയ ഭംഗിയില്ല, അതെന്തോ ഒരു ടോയ് പോലെ ഇരിക്കുന്നു എന്നുള്ളൊരു ഫീലിൽ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ അഭിപ്രായമാണ്, ഒരാളെയും കുറ്റം പറയാൻ പറ്റില്ല, ഓരോരുത്തർക്ക് തോന്നുന്നത് തന്നെയാണ് ലുക്ക്. പിന്നുള്ളൊരു കാര്യം, ഭയങ്കര അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആണ്. എല്ലായിടത്തും എന്തൊക്കെയോ ഡീറ്റെയിൽ നല്ല സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കണ്ട് അവരുടെ ഫ്യൂൾ ക്യാപ്പ് തന്നെ ആ ഒരു ബ്രാൻഡിങ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഹെഡ്ലൈറ്റ് സ്മോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നാൽ അതിനുള്ളിലും നമുക്ക് ഹോസ്കോറിനയുടെ സെറ്റപ്പുകളും എഴുത്തുകളും കാണാം. മീറ്ററിലൊക്കെ കണ്ടില്ലേ, ആ ഒരു രീതിയിൽ ഹോസ്കോറിന എന്ന് പറയുന്നത് ഭയങ്കര അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആയിട്ട് അവർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് എനിക്ക് ഓക്വേർഡായിട്ട് തോന്നുന്നത് ഇതിൻ്റെ ഒയറിങ്ങും കാര്യങ്ങളും എല്ലാം എക്സ്പോസ്ഡ് ആണ്. ഓയറുകളും കാര്യങ്ങളും ഒക്കെ തള്ളി കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഒരുവിധപ്പെട്ട വണ്ടിയുടെ പാർട്സ് എല്ലാം നമുക്ക് വെളിയിൽ തന്നെ കാണാൻ പറ്റും. ഓയറുകളെല്ലാം ഇങ്ങനെ ഭിന്നമായിട്ട് കിടക്കുന്ന, ആർക്കെങ്കിലുമൊക്കെ വെളിയിൽ നിന്നൊക്കെ ഊരിയിടണമെങ്കിൽ ഊരിയിടാം, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്.
ഷാസിയും എല്ലാ കാര്യങ്ങളും എക്സ്പോസ്ഡ് ആയിട്ടാണ് ആ ഒരു പാനലിന് താഴോട്ട് കിടക്കുന്നത്. എനിക്കത് അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല. എന്തായിരുന്നാലും വണ്ടി ടോട്ടലി ആ ഒരു എക്സോസ്റ്റ് തന്നെ ഭയങ്കര രസമാണ്. കുട്ടി എക്സോസ്റ്റൊക്കെ അവർ ചെയ്തെടുത്തിരിക്കുന്നതൊക്കെ വണ്ടിക്ക് ചേരുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ കുറേ പേർക്ക് എന്തോ ഈ ബൈക്കിൻ്റെ ഡിസൈൻ അത്ര താല്പര്യമില്ല, കുറേ പേർക്ക് കുഴപ്പമില്ല എന്ന് തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി നമുക്ക് ഓടിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാം. സത്യം പറഞ്ഞാൽ കുറേ നാളായി ബൈക്ക് റോഡിൽ ഓടിച്ചിട്ട്, കാരണം മഴ കാരണം ഞാനും അകത്തായിരുന്നു, വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ നമുക്ക് ഓടിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറയാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ബൈക്ക് ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് വർക്കുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനിതിൻ്റെ ഓണറിൻ്റെ ഇൻസ്റ്റാഗ്രാം ID എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. പുള്ളിയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബൈക്കിൽ എന്തൊക്കെ വർക്കാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പുള്ളി തന്നെ പറഞ്ഞുതരും. കാരണം എനിക്ക് വലിയ ഐഡിയ ഇല്ല, പുള്ളിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പുള്ളി തന്നെ പറഞ്ഞുതരും. അപ്പോൾ അവിടെ ചോദിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് റോഡിൽ ഇറങ്ങിക്കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ആദ്യം തന്നെ വണ്ടിക്ക് നല്ല സീറ്റ് ഹൈറ്റ് ഉണ്ട്. ഇപ്പോൾ എന്നെപ്പോലെ ഹൈറ്റ് ഇച്ചിരി കുറഞ്ഞൊരാൾക്ക് കുറച്ചൊക്കെ കുത്താൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു അവസ്ഥയാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല, വെയിറ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ വണ്ടി മാനേജ് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ സീറ്റ് ഹൈറ്റിൻ്റെ നല്ലൊരു കാര്യമുണ്ട്, അത് ഞാൻ അങ്ങോട്ട് പറയാം, റോഡിൽ ഇറങ്ങിയിട്ട് പറയാം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ പറയാം. നമ്മൾ നല്ല ഹൈറ്റിലിരിക്കുന്ന പോലെ തോന്നും. ഓബിയസ്ലി സീറ്റ് ഹൈറ്റ് കൂടുതലാണെങ്കിൽ അങ്ങനെയാണ്. പക്ഷേ നല്ല രീതിക്ക് തോന്നും നമ്മൾ പൊങ്ങിയാണ് ഇരിക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരുമാതിരി പലക പോലെ നിരന്നാണ് ഇരിക്കുന്നത്. ഒരു ബൾക്കി ഫീലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും തോന്നും നമ്മൾ പൊങ്ങി തന്നെ ആയിരിക്കും എന്നുള്ളത്. അതിൻ്റെ കൂടെ ഈ വണ്ടിയിൽ ഇപ്പോൾ ഹാൻഡിൽ ബാറും കൂടി റൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടോട്ടൽ ഫീൽ എന്ന് പറയുന്നത് മാരകമാണ്. വണ്ടി ഓടിക്കാൻ നല്ല രസമുണ്ട് സീരിയസ്ലി. ഈ ജലദോഷമാണ്, എല്ലാവരും അതൊന്ന് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ കാര്യത്തിലോട്ട് തന്നെ പോവാം. മിക്കവരും ഹൊസ്കവറിനെ എടുക്കുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറേ പേരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് എല്ലാവരും ഡ്യൂക്ക് 250 ആണല്ലോ എടുക്കുന്നത്, അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഹൊസ്കവറിനെ എടുത്തൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ എടുത്ത ഒരുപാട് പേരെ എനിക്കറിയാം, സ്വാട്ട് പില്ലിനും വിറ്റ് പില്ലിനും ഒക്കെ എടുത്ത ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പോൾ ആ ഒരു വെറൈറ്റി പിടിച്ച് ആക്ച്വലി ഈ ബൈക്ക് എടുക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും വേണ്ട, ആ ഒരു വെറൈറ്റി പിടിച്ച് വാങ്ങിക്കരുത്. ഇപ്പം നിങ്ങൾ ഡ്യൂക്ക് 250 ആണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും റോഡിൽ, സത്യമാണ് കുറേ ഡ്യൂക്ക് 250 കാണാൻ പറ്റും. പക്ഷേ ഹൊസ്കവറിനെ അത്രയും നമുക്ക് റോഡിൽ കാണാൻ പറ്റില്ല, കാരണം അത്രയും ബൈക്ക് അത്ര ആളുകൾ എടുത്തിട്ടുമില്ല. സത്യമാണ്, ഒരു വെറൈറ്റി ആയിരിക്കും ഈ ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ ഡ്യൂക്ക് 250യുടെ ഒരു ഫീല് ഇഷ്ടപ്പെട്ടിട്ട് അത് ഹൊസ്കവറിനയിൽ കിട്ടുമെന്നും പറഞ്ഞ് വന്നിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടാണ് എനിക്ക് ഈ ബൈക്ക് റൈഡ് ചെയ്യുമ്പോൾ, അത് സ്വാട്ട് പില്ലിനായിരുന്നാലും വിറ്റ് പില്ലിനായിരുന്നാലും തോന്നുന്നത്. സ്വാട്ട് പില്ലിൻ പിന്നെയും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് ഞാൻ പറയും. വിറ്റ് പില്ലിൻ ഓടിച്ചു കഴിഞ്ഞാൽ അത് ഒരു എന്താ പറയുക, ഒരു അഗ്രസീവായിട്ടുള്ള ഒരു ബൈക്ക് ഓടിക്കുന്ന പോലത്തെ ഫീല് എപ്പോഴും കിട്ടുന്നൊരു വണ്ടിയാണ് വിറ്റ് പില്ലിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പോണും കാര്യങ്ങളൊക്കെ ആ ഒരു ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ശരിക്കും അഗ്രസീവായിട്ട് തന്നെയാണ് ആ ബൈക്ക് ഇരിക്കുന്നത്. അപ്പം ഒരു ഡ്യൂക്ക് 250ക്ക് പകരമായിട്ട് നിങ്ങൾ ഒരിക്കലും ഹൊസ്കവറിനെ വാങ്ങരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ അത് തന്നെ രണ്ട് കാര്യങ്ങളുണ്ട്. ഞാൻ ഈ പറയുന്നത് ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, ഇപ്പോൾ ഈ ബൈക്കിനെ പറ്റി കുറേ പേര് ചോദിക്കുന്നതിൻ്റെ മെയിൻ റീസൺ ഇത് OLXൽ നല്ലൊരു വിലയ്ക്ക് കിടക്കുന്നുണ്ട്, കുറേ ബൈക്സൊക്കെ അവൈലബിൾ ആണ്, അത്യാവശ്യം മോശമില്ലാത്ത വിലയ്ക്ക് നല്ല പവറുള്ളൊരു വണ്ടി കിട്ടും എന്നുള്ളതാണ്. സത്യമാണ്. ഇതിൻ്റെ പവറിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും ഇതിനെ കുറ്റം പറയില്ല, കാരണം ഇതിന് നല്ല പവറുണ്ട്. നല്ല പവറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് ഡ്യൂക്ക് 250യെക്കാട്ടിയും അഗ്രസീവായിട്ട് തന്നെയാണ് ഇത് പവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ എഞ്ചിന് നല്ല ആക്റ്റീവായിട്ടുള്ള ഫീലാണുള്ളത്. നമ്മൾ കൈ കൊടുത്തു കഴിഞ്ഞാൽ റെസ്പോൺസ് നമുക്ക് ഫീൽ ചെയ്യും. റിഫൈൻമെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിലോട്ട് ഞാൻ വരാം. പുതിയ 250 ഞാൻ കുറേ ഓടിച്ചതാണ്, ഇതുമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, പഴയ 250യും പുതിയ 250യും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഞാൻ പറയുന്നത് ഡ്യൂക്ക് 250 പറ്റിയാണ്. പഴയ ഡ്യൂക്ക് 250യെക്കാട്ടിയും ഭയങ്കര ഹാൻഡിലിംഗ് ഫീൽ ചെയ്യുന്നുണ്ട് പുതിയ 250ക്ക്. പക്ഷേ ഇപ്പോഴും സ്റ്റിൽ കുറേ പേര് പഴയ ഡ്യൂക്ക് 250യുടെ ഫാൻ ആയിരിക്കും ബിക്കോസ് ഓഫ് ദ ലുക്സ്. പുതിയ ഡ്യൂക്ക് 250 മോശമല്ല, കാരണം ഇപ്പോൾ ഒരു ബ്ലാക്ക് കളറിൻ്റെ ഡ്യൂക്ക് 250 നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഭയങ്കര ലുക്കാണ്. അപ്പോൾ എനിവേ അത് ലുക്കിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ 390 ഡ്യൂക്ക് 250 ആ ഒരു ഏരിയയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പുതിയ 390യിലും 250യിലും വന്നിട്ടുള്ള ആ ഒരു പുതിയ സ്ട്രക്ചർ ഉണ്ടല്ലോ, അതായത് പുതിയ ഡ്യൂക്കിൻ്റെ ആ ഒരു സ്ട്രക്ചർ, അത് ഭയങ്കര എന്താ പറയുക, ഒരു ഫണ്ണി സാധനമാണ്. ആ വണ്ടിയുടെ ഹാൻഡിലിംഗ് ഇപ്പോൾ 10 മടങ്ങ്
കൂടിയിട്ടുണ്ട്. മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അൺസ്പ്രിങ് വെയിറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് അവർ മാനേജ് ചെയ്തിട്ടുണ്ട്. കാരണം വീൽസിനൊന്നും വെയിറ്റ് ഇല്ല, ആ ഒരു വീൽ ബേസ് ഒക്കെ ഭയങ്കര ചെറുതായിട്ട് തന്നെ തോന്നും. അതുകൊണ്ട് തന്നെ വണ്ടി ഭയങ്കര ഹാൻഡിലിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ പുതിയ ഡ്യൂക്ക് 250 കയറിയപ്പോഴും ഇതേ ഫീൽ തന്നെയാണ് കിട്ടുന്നത്. അതായത് വണ്ടി ഡ്യൂക്ക് 250 പിന്നെയും ഹാൻഡിലിങ്ങിൻ്റെ കാര്യത്തിൽ പുതിയ മോഡലിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഭയങ്കര രസമാണ്, കോർണേഴ്സൊക്കെ എടുക്കാനൊക്കെ ഭയങ്കര രസമാണ് ഡ്യൂക്ക് 250. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണുള്ളത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ വണ്ടി ഹാൻഡിലിംഗ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു തട്ട് താഴെയാണ്. അപ്പോൾ ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബിഹേവിയർ ആയിരിക്കും നിങ്ങൾക്ക് ഡ്യൂക്ക് 250ലും ഹൊസ്കവർണയിലും കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ വണ്ടി ഓടിച്ചിട്ട് ഓക്കെ നമുക്ക് ഒരു ഡിഫറൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഹൊസ്കവർണ നോക്കാം എന്നുള്ള രീതിയിലാണെങ്കിൽ ഒരിക്കലും പോകരുത്. നിങ്ങൾ തീർച്ചയായിട്ടും ഹൊസ്കവർണ ഓടിച്ചു നോക്കുക. ഹൊസ്കവർണ നല്ല ബൈക്കാണ്, അത് ഒരുപാട് പേര് എടുക്കാതിരിക്കുന്നത് കൊണ്ടാണ്. നല്ല വണ്ടിയാണ്, നല്ല ക്യാരക്ടറുള്ള വണ്ടിയാണ്. ഡ്യൂക്ക് 250 കാട്ടി നല്ലൊരു അഗ്രസീവ് ക്യാരക്ടറുള്ള വണ്ടിയാണ് ഹൊസ്കവർണയുടെ വണ്ടികൾ. അപ്പോൾ നിങ്ങൾക്ക് അത് ധൈര്യമായിട്ട് നോക്കാം, പക്ഷേ അത് ഓടിച്ചിട്ട് നോക്കുക. ഓടിക്കാതെ ഓക്കെ ഞാൻ ഡ്യൂക്ക് 250 ഓടിച്ചിട്ടുണ്ട്, അപ്പോൾ പിന്നെ അതിൻ്റെ എഞ്ചിൻ ആയിരിക്കുമല്ലോ, അപ്പോൾ പിന്നെ അതുപോലെ ആയിരിക്കുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പോയി എടുക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പം നിങ്ങൾ അത് ഓടിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എഞ്ചിൻ സെയിമാണ്, ഓക്കെ കറക്റ്റാണ്, പവറും കാര്യങ്ങളും ഒക്കെ ഓൺ സ്പെക്ക് കറക്റ്റാണ്. പക്ഷേ അതിൻ്റെ ഒരു ഹാൻഡിലിങ്ങും അതിൻ്റെ ഒരു ബിഹേവിയറും ഒക്കെ എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ ഹൊസ്കവർണയും ഡ്യൂക്ക് 250 തമ്മിൽ തോന്നുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഓടിച്ച് നോക്കി തന്നെ തീരുമാനം എടുക്കുക. ഇനി ബാക്ക് ടു നമ്മുടെ ഹൊസ്കവർണയിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കിതിൽ പറയാനുള്ള ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ബൈക്ക് കുറച്ച് സീരിയസ് ആയിട്ടാണ് ഫീൽ ചെയ്യുക. ഇപ്പോൾ ഡ്യൂക്ക് 250 ആണെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നോർമൽ നിങ്ങളുടെ പരിപാടികൾക്ക് എടുക്കാം, നിങ്ങൾക്ക് കോളേജിൽ പോകണമെങ്കിൽ പോകാം, നിങ്ങൾക്ക് ട്രിപ്പ് പോകണമെങ്കിൽ പോകാം, നിങ്ങൾക്ക് സ്പോർട്ടി ആയിട്ട് ഓടിക്കണമെങ്കിൽ പോകാം. ഓക്കെ, എല്ലാത്തിനും കംഫേർട്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പക്ഷേ ഇൻ ടേംസ് ഓഫ് കംഫേർട്ട് ഞാൻ പറയും ഡ്യൂക്ക് 250 ആണ് ബെറ്റർ, കംഫേർട്ട് നോക്കുന്ന ഒരാളാണെങ്കിൽ. കാരണം ഇതിൻ്റെ ഓവറോൾ കുറേ സാധനങ്ങളൊക്കെ എനിക്ക് മൊത്തത്തിലൊരു സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടിയിൽ. അതായത് വണ്ടി കുറച്ച് ഹാർഡാണ്. അപ്പോൾ നമ്മളും ആ ഒരു ഫീലിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ പതുക്കെ ഈ വണ്ടി സെറ്റാവും. ഇപ്പോൾ ഈ വണ്ടി മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത്, ഈ വണ്ടിയുടെ ഒരു ക്യാരക്ടർ എനിക്ക് അങ്ങനെ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ഹൈവേയിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും സ്റ്റേബിളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടി. ഒരു കോർണർ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഐ ഫീൽ വളരെ സ്റ്റേബിളാണ്. നമുക്ക് കോർണറൊക്കെ എടുക്കാനും ഫ്ലിക്ക് ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമാണ്. ചെറിയ ബൈക്കാണ്, അതാണ് വേറൊരു കാര്യം. കുട്ടി ബൈക്കായിട്ട് ഫീൽ ചെയ്യും. ആ ബാക്കിലത്തെ ഹഗ്ഗറൂടെയൊക്കെ എടുത്ത് കളഞ്ഞാൽ പിന്നെ ഇത്രയേ ഉള്ളൂ ബൈക്ക്. അപ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഈ ബൈക്ക് പറ്റും. പക്ഷേ ഓവറോൾ വണ്ടിയുടെ സസ്പെൻഷൻ ആയിരുന്നാലും വണ്ടിയുടെ സീറ്റ് ആയിരുന്നാലും മൊത്തത്തിലൊരു ഹാർഡ്നെസ് ഉണ്ട്. വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുമ്പോൾ നമുക്ക് ഒരു സോഫ്റ്റ് ബിഹേവിയർ അല്ല ഹൊസ്കവർണയിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ KTM 390യുടെ കാര്യത്തിൽ അങ്ങനെയല്ല, കുറച്ചുകൂടിയൊക്കെ നമുക്ക് ഒരു സോഫ്റ്റ് സൈഡ് കിട്ടുന്നുണ്ട്. ഇൻ കേസ് ഓഫ് ഇതിൻ്റെയും അതിൻ്റെയൊക്കെ WBയുടെ ഷോക്സ് ആണെങ്കിൽ പോലും എനിക്ക് മൊത്തത്തിലൊരു ഹാർഡ്നെസ് നമ്മുടെ ഹൊസ്കവർണയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹൊസ്കവർണ നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അതൊക്കെ എക്സ്പെക്ട് ചെയ്ത് വേണം ഹൊസ്കവർണ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാണ് വേണ്ടത്. ഈ ഒരു ഹാർഡ്നെസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ട്രാക്ക് സ്പെക് ബൈക്കിന് വേണ്ട ഒരു ക്വാളിറ്റിയാണ്. കാരണം ഒരു ട്രാക്ക് സ്പെക് ബൈക്കിൽ ഒരിക്കലും എന്താ പറയുക സോഫ്റ്റ് സസ്പെൻഷനും സോഫ്റ്റ് സീറ്റുകളൊന്നും അല്ല, നമുക്ക് ആ ഒരു ഹാർഡ്നെസ്സിൽ അങ്ങനെയും പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ പറയുക ഒരു സ്പോർട്സ് ഫീൽ എൻജോയ് ചെയ്ത് ഓടിക്കുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഹൊസ്കവർണ. നല്ല ഒരു ഫീൽ കിട്ടും. ഇനി നമുക്ക് നേരെ റിഫൈൻമെൻറ്റ് എന്ന് പറയുന്നൊരു ഫാക്ടറിലേക്ക് പോകാം. ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ റിഫൈൻമെൻറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഞാൻ ഒരുപാട് പൊക്കി പറയുന്ന ഒരു സംഭവമല്ല. കാരണം ഈ വണ്ടിക്ക് വൈബ്രേഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, വൈബ്രേഷൻസ് ഉണ്ട്. ഹാൻഡിൽ ബാറിൽ വൈബ്രേഷൻസ് ഉണ്ട്, പെക്സിൽ വൈബ്രേഷൻസ് ഉണ്ട്, ടാങ്കിൽ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ടാങ്ക് വലിയ വൈബ്രേഷൻ ഒന്നുമില്ല, എന്നാലും നമുക്ക് അറിയാൻ പറ്റും. വൈബ്രേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, വൈബ്രേഷൻ ഉണ്ട്. റിഫൈൻമെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിക്ക് അപ്പുറത്തേക്കൊന്നും റിഫൈൻമെൻറ്റ് ഈ ഒരു വണ്ടിയിൽ പ്രതീക്ഷിക്കരുത്. ഇതിനൊരു റോനെസ് ഉണ്ട്, അത് സത്യമാണ്. ആ ഒരു റോനെസ് ഇപ്പോൾ ഉള്ള പല ബൈക്കിനും ഇല്ല. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ ബൈക്കും ചത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം പവറിൻ്റെ കാര്യത്തിൽ. കാരണം എല്ലാം BS6 ഒക്കെ ആയപ്പോഴേക്കും പവർ ഭയങ്കരമായിട്ട് വെട്ടിക്കുറയ്ക്കപ്പെട്ടു. ഇവിടെ സിഗ്നലൊന്നും കത്തുന്നില്ലല്ലോ ദൈവമേ, പവർ കട്ടാണോ? ഓ, ബസ്സൊക്കെ തോന്നിയ പോലെ വരുന്നുണ്ട്. ഓട്ടോമാമ പ്ലീസ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് റിഫൈൻമെൻറ്റ്. അപ്പോൾ വളരെ സ്മൂത്തറായിട്ടുള്ള ഒരു വണ്ടിയാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിത് നോക്കണ്ട. ഇതിനൊരു റോനെസ് ഉണ്ട്. അപ്പോൾ ആ ഒരു റോനെസ് എല്ലാം കൂടെ ചേർന്നിരിക്കുന്നത് കൊണ്ടാണ് ഈ ബൈക്കിന് അത്യാവശ്യം നല്ലൊരു പവർ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പവറും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് വേണം. നിങ്ങൾക്കൊരു റോ ആയിട്ടുള്ള ഒരു 250cc ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് എന്ന് ഞാൻ പറയും. കാരണം നിങ്ങൾക്ക് ത്രോട്ടിൽ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് സ്പീഡ് കയറുമ്പോഴൊക്കെ നമുക്ക് വണ്ടിയിൽ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ നന്നായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിക്ക്. അങ്ങനെ തന്നെ വൈബ്രേഷൻസ് ഉണ്ട്. എൻജിൻ സ്മൂത്ത് ആണോ എന്ന് ചോദിച്ചാൽ ഒരു സ്മൂത്തർ
സൈഡ് സൗണ്ടൊന്നുമല്ല വരുന്നത്. അത്യാവശ്യം ഒരു റോ ഫീൽ കിട്ടുന്ന ആ ഒരു എഞ്ചിൻ്റെ പവർ അറിയാൻ പറ്റുന്ന രീതിക്കുള്ളൊരു സൗണ്ടൊക്കെയാണ് ഇതൊന്ന് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ യെസ്, ഇതാണ് വണ്ടി. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഡ്യൂക്ക് 250 ആയിട്ട് കമ്പയർ ചെയ്യണം എന്ന് ആഗ്രഹിച്ചതല്ല, പക്ഷേ കൂടുതൽ ആളുകളും ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഒരു കമ്പാരിസനായിട്ട് കാണുന്ന ഒരു വണ്ടിയാണ് ഡ്യൂക്ക് 250 എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും അത് പറയും, അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടി ഉൾപ്പെടുത്തിയത്. അപ്പോൾ അതാണ് കാര്യം. പിന്നെ ഞാനിനി വളരെ എൻ്റേതായ കുറച്ച് അഭിപ്രായങ്ങൾ പറയാം. എന്തുകൊണ്ട് ഈ ബൈക്ക് ഫെയിലാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു മോശം ബൈക്കാണോ? ഡെഫിനറ്റ്ലി അല്ല. ഇതൊരു കിടിലൻ ബൈക്കാണ്, ഇതിന് ഒരു പ്രശ്നമില്ല, ഇത് സൂപ്പർ ഒരു ബൈക്കാണ്. പക്ഷേ എന്തുകൊണ്ട് ഇത് ക്ലിക്കായില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഒന്ന് മാർക്കറ്റിംഗ് ഭയങ്കര പോറായിരുന്നു. കാരണം ഇങ്ങനൊരു ബൈക്ക് വന്ന സമയത്ത് ഇത് എന്ത് ബൈക്കാണെന്ന് പോലും ആർക്കും മനസ്സിലാക്കില്ല. അത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഇതിൻ്റെ മാർക്കറ്റിംഗ് ടീമിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. കാരണം ഇത് എന്താണ് ഹോസ്കോർണ എന്ന് പറയുന്നൊരു ബ്രാൻഡ് ഇന്ത്യയിൽ ആക്റ്റീവ് അല്ല. അപ്പോൾ എന്താണ് ആ ബ്രാൻഡിൻ്റെ ഒരു എന്താ പറയുക ഒരു കോർ എന്നുള്ളത് എല്ലാവരും അറിയിക്കുക എന്നുള്ളത് ആ ബ്രാൻഡിൻ്റെ തന്നെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ആ രീതിക്ക് വേണം ഇതിനെ മാർക്കറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒന്നും അവർ കൊണ്ടുവന്നില്ല. വെറുതെ വണ്ടി ഇറക്കുകയാണ് ചെയ്തത് KTMൻ്റെ ചിറകിനുള്ളിൽ വെച്ച്. അതിലും ബജാജിൻ്റെ കരങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇറക്കുകയാണ് ചെയ്തത്. മാർക്കറ്റിംഗ് ഭയങ്കര പൂറായിരുന്നു. രണ്ടാമത്തെ കാര്യം വില അവർക്ക് എന്തെങ്കിലുമൊക്കെ കോംപ്രമൈസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലേ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഡ്യൂക്ക് 250 ആണ്. അപ്പുറത്ത് 250 ഇരിപ്പുണ്ട്. നമ്മൾ മെയിൻ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ പ്രൂവൺ ആയിട്ട് നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് വാങ്ങാനായിരിക്കും നമ്മളെപ്പോഴും നോക്കുന്നത്. അല്ലെങ്കിൽ മറ്റേ പ്രോഡക്റ്റിന് എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോംപ്രമൈസോ അവർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു ബൈക്ക് വരുന്ന സമയത്ത് ഡ്യൂക്ക് 250 ഓബിയസ്ലി ഇവിടെ വർക്കായി നിൽക്കുന്ന ഒരു ബൈക്കാണ്. പിന്നെ ആ സമയത്ത് ആളുകൾക്ക് എപ്പോഴും ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഈ വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പാർട്സൊക്കെ കിട്ടുമോ, അല്ലെങ്കിൽ 4ൻ്റെ ഒന്ന് ഷോറൂം പൂട്ടി പോകുമോ, ആ ടെൻഷൻ സത്യം പറഞ്ഞാൽ ഇപ്പോഴും എല്ലാവർക്കും ഉണ്ട്. ഇതിൻ്റെ പാർട്സ് അവൈലബിലിറ്റി ഒന്നും വലിയ പ്രോബ്ലമുള്ള കേസൊന്നുമല്ല. അപ്പോൾ പക്ഷേ ഇപ്പോഴും ആളുകൾക്ക് ആ ഒരു ഡൗട്ട് ഭയങ്കരമായിട്ട് തന്നെയുണ്ട്, ദൈവമേ എടുത്താൽ പണി കിട്ടുമെന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ആവുമ്പോഴാണ് നോർമലി ആളുകൾ ഈ ബൈക്കിലേക്ക് ശ്രദ്ധിക്കാതെ ആയത് എന്നാണ് എൻ്റെ ഒരു ടോട്ടലായിട്ടുള്ളൊരു അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് ഈ ബൈക്ക് ഒന്ന് ലോ ആയി പോയത് എന്നാണുള്ളത്. ഇനിയും കാരണങ്ങളുണ്ടാവും, എനിക്ക് പെട്ടെന്ന് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ഇതൊരു കിടിലൻ ബൈക്കാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഇതിൻ്റെ ഒരു ക്യാരക്ടർ അറിഞ്ഞ് തന്നെ വാങ്ങുക. ഇപ്പോൾ ഡ്യൂക്ക് 250 നിങ്ങൾ പിന്നെയും ക്യാരക്ടർ അറിഞ്ഞ് വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം ആ വണ്ടി കുറച്ചുകൂടി ഒരു എന്താ പറയുക ഒരു സ്നേഹമുള്ളൊരു ബിഹേവിയറൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ കാര്യത്തിൽ സെക്കൻഡ് ഹാൻഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിലുള്ള കാര്യം കൂടിയാണ് ഞാൻ പറയുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ വണ്ടിയുടെ കാര്യത്തിൽ കുറച്ചുകൂടി ഒരു റോനെസ്, കുറച്ചുകൂടി ഒരു അഗ്രഷൻ കാര്യങ്ങളൊക്കെ വണ്ടിയുടെ ഭാഗത്തുനിന്നുണ്ട്. കുറച്ചുകൂടി ഒരു ടൈറ്റ് ഫീൽ ഉണ്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത്. ഇപ്പോൾ ലോങ് റൈഡിലൊക്കെ ഈ ബൈക്ക് എത്രത്തോളം കംഫർട്ടബിൾ ആണെന്ന് ചോദിച്ചാൽ ഒരുപാട് കംഫർട്ടബിൾ അല്ല. കാരണം ഈ ഒരു ടൈറ്റ്നെസ് ഉള്ളതുകൊണ്ട് തന്നെ പോകാൻ പറ്റുമെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി പോകും. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, റൈഡ് പോകണം എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സൈക്കിളിൽ പോകണവർ വരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രോബ്ലം അല്ല. പക്ഷേ ഞാൻ പറഞ്ഞതാണ്, ഓവറോൾ കംഫർട്ടിൻ്റെ കാര്യത്തിൽ അവിടെയും ഡ്യൂക്ക് 250 ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കംഫർട്ട് കിട്ടും എന്ന് പറയാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു ഫണ്ണുമായിട്ട് നിങ്ങൾ ലയിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളത്, അതായത് നിങ്ങളിത് ഇഷ്ടപ്പെട്ടാണ് എടുക്കുന്നത്, ഓടിച്ചൊക്കെ നോക്കി ഇഷ്ടപ്പെട്ടിട്ടാണ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഡ്യൂക്ക് 250 വേണമെന്ന് തോന്നില്ല. അങ്ങനെയാണ്. പക്ഷേ ഇഷ്ടപ്പെടാതെ നിങ്ങൾ ഓടിച്ച് നോക്കാതെയൊക്കെ ഇതിൻ്റെ ഒരു ബിഹേവിയർ അറിയാതെ ഡ്യൂക്ക് 250 ഓടിച്ചിട്ട് അതുപോലെ ഇരിക്കും എന്നുള്ളൊരു ഫീലിൽ വന്ന് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നോക്കി തന്നെ എടുക്കേണ്ട ബൈക്കാണ്. ഇനി മൂവിങ് ടു സെക്കൻഡ് ഹാൻഡ് ബൈക്സ്. നിങ്ങൾക്കിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം കുറേ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ഹോസ്കവർണ നല്ലതാണോ, സെക്കൻഡ് ഹാൻഡിന് കുറേ ഇരിപ്പുണ്ടല്ലോ, നല്ല പ്രൈസ് ആണല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡിമാൻഡ് കുറവായത് കൊണ്ടൊക്കെ തന്നെ ആവും ചിലപ്പോൾ സെക്കൻഡ് ഹാൻഡ് പ്രൈസ് കുറഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ നല്ലൊരു വണ്ടി കിട്ടുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്. അപ്പോഴും ഞാൻ പറയാം, ഓടിച്ച് നോക്കിയിട്ട് തന്നെ എടുക്കുക. സെക്കൻഡ് ഹാൻഡ് ആണെന്നും പറഞ്ഞ് ചെറിയ പ്രൈസിന് കിട്ടുന്നുണ്ടെന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ റൈഡിങ് സ്റ്റൈലിന് യോജിക്കാത്തൊരു ബൈക്ക് എടുത്ത് തലയിൽ വെക്കരുത്. അപ്പോൾ അത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല ഡീലാണ്. നല്ല വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഡീലാണ്. ഒരു യുണീക്ക് ബൈക്കാണ്. ഇപ്പോൾ ഞാൻ ഓടിച്ച സ്വാറ്റ് പില്ലിനായിരുന്നാലും വിറ്റ്പില്ലിനായിരുന്നാലും സ്വാറ്റ് പില്ലിനായിരുന്നാലും ഈ ഓടിക്കുന്ന സ്വാറ്റ് പില്ലിനായിരുന്നാലും മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓടിച്ച വിറ്റ്പില്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഫുള്ളൊരു പച്ച കളർ അടിച്ചൊക്കെ വെച്ചിരിക്കുകയാണ്. ആ ബൈക്ക് കാണാൻ നല്ല ഭംഗിയാണ്, ഈ ബൈക്കും കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ കാഴ്ച എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിന് ചിലപ്പോൾ ഈ ബൈക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ പറയുന്നത് പോയി എടുക്കുക. നിങ്ങളുടെ ഇഷ്ടം വേറൊരാളുടെ ഇഷ്ടം വെച്ചിട്ട് ക്രോസ് ചെയ്യണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പോയി എടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ വിറ്റ്പില്ലിനാണ് എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഓടിച്ച് നോക്കി തന്നെ എടുക്കുക. കാരണം അത് ഭയങ്കര ഒരു അഗ്രസീവ് പൊസിഷനും കൂടിയുള്ള ഒരു ബൈക്കാണ്. അതിൻ്റെ റൈഡേഴ്സ് ട്രയാങ്കിൾ ആയിരുന്നാലും നമ്മുടെ കാല് വയ്ക്കുന്ന പൊസിഷൻ ആയിരുന്നാലും അതിൻ്റെ ഹാൻഡിൽ ബാർസ് ആയിരുന്നാലും ഭയങ്കര അഗ്രസീവായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് നോക്കുക, അത് നോക്കി തന്നെ എടുക്കുക. ഈ വണ്ടിയുടെ കാര്യത്തിൽ പിന്നെയും കുഴപ്പമില്ല. കാരണം ഹാൻഡിൽ ബാറൊക്കെ ഒന്നുകൂടി
കാലൂടെയൊക്കെ നിവർന്നാണ് ഇരിക്കുന്നത്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് തന്നെ പോകാൻ പറ്റും. പിന്നെ പില്ലിയണം കൊണ്ടുപോകുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇതിന് പില്ലിയൻ സീറ്റ് എന്ന് പേരിനൊരു സീറ്റ് മാത്രമേ അവിടെ ഉള്ളൂ. പ്രത്യേകിച്ച് കംഫർട്ടില്ല. ഇവിടെ റൈഡർ സീറ്റിന് കംഫർട്ടില്ല, അപ്പോഴാണ് പില്ലിയൻ സീറ്റ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. സോ ഇതാണ് നമ്മുടെ ഹസ്ക്വർണയുടെ റിവ്യൂ. ഇതാണ് എനിക്ക് പൊതുവേ ഒരു ഉള്ളടക്കം പോലെ, ഒരു ആമുഖം പോലെ പറയാനുള്ളത് ഹസ്ക്വർണയെ പറ്റി. ഞാൻ സ്പെസിഫിക് ആയിട്ട് ഈ വണ്ടിയെ പറ്റി സംസാരിച്ചിട്ടില്ല. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനിത് സംസാരിക്കേണ്ട കാര്യമില്ല. എല്ലാവരും ചോദിക്കുന്നത് ഇത് ഡേഞ്ചർ ബൈക്കാണോ അല്ലെങ്കിൽ ഈ 250 ഡ്യൂക്കിന് പകരം ഇതാവോ എന്നൊക്കെയാണ്. അപ്പോൾ അതിനുള്ള എൻ്റെ കുറച്ച് ഉത്തരങ്ങളും എൻ്റെ ഒബ്സർവേഷനും മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഡെഫിനറ്റ്ലി ഞാനും കുറച്ച് നാളായിട്ട് കാത്തിരിക്കുമായിരുന്നു ഈ ബൈക്ക് കിട്ടാനായിട്ട്. എൻ്റെ ഒരു സർക്കിളിൽ ഈ ബൈക്ക് കുറവാണ്, സ്വാറ്റ്പിലിൻ. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഒരു ഫോളോവറിൻ്റെ ബൈക്ക് നമുക്ക് കിട്ടിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വീഡിയോ എടുത്തിട്ട് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ തീരുകയാണ്. എപ്പോഴും പറയുന്ന പോലെ അടുത്തൊരു ബൈക്കുമായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു ബൈക്കിൻ്റെ കാര്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. റോഡ് മൊത്തം കുഴിയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ ട്രാക്ഷൻ 4. ബൈ. പട്ടി സത്യം പറഞ്ഞാൽ പരിചയമുള്ള റോഡിൽ പോലും ഓടിക്കാൻ പേടിയാവുന്നുണ്ട്. പട്ടി കാരണമല്ല, മഴയും കൂടെ പെയ്ത് കഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് പരിചയമുള്ള റോഡിൽ പോലും കുഴിയുള്ളത് അറിയാൻ വയ്യാത്ത അവസ്ഥയാണ്. അപ്പോൾ എല്ലാവരും റൈഡ് സേഫ്, അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. കുഴി